ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? സുഖം തന്നെയല്ല എല്ലാവർക്കും? എനിക്കും സുഖമാണ്, അൽഹംദുലില്ലാ. നമ്മളിവിടെ ഒരു നാടൻ വെപ്പ് മത്തിയാണ് വെക്കാമെന്ന് വിചാരിച്ചാണ്ടാണ് കേട്ടോ. അപ്പോൾ അതാ ചട്ടിക്ക് കുറച്ച് മുളകും പൊടിയും 2 സ്പൂണ് മുളകും പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി, അത്രേ ഉള്ളൂ കേട്ടോ. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും, ഇതാ കുറച്ചുള്ളൂ കേട്ടോ. മഞ്ഞൾപ്പൊടി കുറച്ചിട്ടാൽ മതി. 2 സ്പൂൺ മുളകും പൊടിയാണ്. പിന്നെ അതിക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും, അതിക്കുള്ള ഉപ്പും മാത്രമേ ഉള്ളൂ ഇടുന്നത് കേട്ടോ. പിന്നെ ഇതാ ഇഞ്ചി കുറച്ച് തന്നെ ഉള്ളൂ, ഇഞ്ചിയും വെളുത്തുള്ളിയും. അതിൻ്റെ ഒപ്പം തന്നെ പെരിഞ്ചീരകം അരച്ചിരിക്കണം. അപ്പോൾ അതങ്ങനെ അയക്കണ്ട് ഇട്ടു. ഇനി അതിക്ക് വേണ്ടിയ ഉപ്പ് കണ്ടിട്ടുങ്ങാണ്ട് കുറച്ച് പുളി കണ്ട് തോണ്ടി പിഴിഞ്ഞ് പാരുക. കുരുമുളകും പൊടി ഇടണം കേട്ടോ. ഇതാ കുറച്ച് കുരുമുളകും പൊടി ഇട്ടിക്കണം. ഇനി അതിക്ക് വേണ്ടിയ ഉപ്പ് ഇട്ടിട്ട് പിന്നെ പുളിയാണ്ട് തോണ്ടി പിഴിഞ്ഞ് പാരുക. അതാണ് പാർന്നുങ്ങാണ്ട് നല്ലോണം തിളപ്പിച്ച് വേവിച്ചണം. ഇതാ പുളിയാണ് തോണ്ടി പിഴിഞ്ഞ് പാരട്ടെ. അത് നല്ലോണം കലക്കിങ്ങാണ്ട് അടുപ്പത്ത് കണ്ട് വെക്കുക. എന്നിട്ട് നല്ലോണം തിളച്ച് വറ്റിയതിൻ്റെ ശേഷം നല്ലോണം മസാല നല്ലോണം വേണ്ടേ. മറ്റേ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി വെക്കുമ്പോൾ എണ്ണയിൽ വാട്ടി വേവിച്ചിട്ടാണല്ലോ വെക്കുക. അപ്പോൾ ഇതിങ്ങനെ നല്ലോണം വേണം മസാല. അപ്പോൾ പുളിയാണ് പിഴിഞ്ഞ് പാർന്നേക്കണം. ഞാൻ എന്നിട്ട് ഇളക്കിങ്ങാണ്ടേ 2 കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടുപ്പത്ത് വെക്കുക. ഇത് അടുപ്പത്ത് കണ്ട് വെച്ചിങ്ങാണ്ട് ആണ് തിളച്ച് വേകട്ടെ. നല്ലോണം ഇളക്കിയാൽ മതി. ഇത് നമ്മൾ വേറെ ഒന്നും ഒഴിക്കിടണ്ട കേട്ടോ. നല്ല ടേസ്റ്റുമാണ് അങ്ങനെ തിന്നാൻ. ചോറ്റക്കൊക്കെ എന്തൊരു രസമാണ് അറിയാം. ഇനി അത് അടുപ്പത്ത് അവിടെ കടന്ന് വേകട്ടെ. അത് വേകുമ്പോഴേക്കിന് മീനോട് കേകി കൊണ്ടുവരണം. ഒക്കെ കേകി വെച്ചിക്കണ്. എന്നാലും ഒന്നും കൂടി വേകുമ്പോഴേക്കിനെ മസാല വേകുമ്പോഴേക്കിന് ഒന്നുണ്ട് ശരിയാക്കി കേൾക്കണം. പിന്നെ മക്കളെ, നിങ്ങളൊക്കെ ഒന്ന് കാണുമ്പോൾ ലൈക്ക് അടിച്ചാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല. നിങ്ങളെ വിലപ്പെട്ട ലൈക്കാണ്. കാരണം പിന്നെയും നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾ ആ ലൈക്ക് നമുക്ക് വിലപ്പെട്ടതാണ്. അപ്പോൾ ഇന്നലെ ആസ്പത്രിയിൽ പോയപ്പോൾ മരുന്നിൻ്റെയൊക്കെ വില കേട്ടിട്ട് പേടിയാകുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് വല്ല മരുന്നിനെങ്കിലും കിട്ടട്ടെ എന്ന് കരുതിങ്ങാണ്ട് തന്നെയാണ് നമ്മൾ ഇതായിട്ട് വന്നിക്കണത് നിങ്ങളെ മുന്നിലേക്ക്. അപ്പോൾ നിങ്ങൾ ആ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടാവും നമുക്കൊരു വീഡിയോ കാണുമ്പോൾ. അപ്പോൾ അത് നിങ്ങളവിടെ എഴുതിക്കൊണ്ടി. കാരണം നമുക്ക് വല്ലതും കിട്ടണമെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. കേരളമൊക്കെ തുടങ്ങിയാണ്, പക്ഷേ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പോക്ക് പോയാൽ ഇനി ഒരു കൊല്ലം കഴിഞ്ഞാലും ഒന്നും കിട്ടൂല. അപ്പോൾ നിങ്ങൾ ആ ലൈക്ക് അവിടെ കൊടുക്കാൻ മറക്കരുത് കേട്ടോ കാണുമ്പോൾ. അപ്പോൾ ഇനി ഇതിക്ക് കുറച്ച് ഉപ്പൊക്കെ വെന്തു. ഇനി ഇതിക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഉറ്റിച്ചാൽ അത് റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ മക്കളെ. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ കൊണ്ട് കഴിയണ മാതിരി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. നല്ല വീഡിയോസൊക്കെ വരും. നമുക്ക് സേലത്ത് പോലും അത്യാവശ്യമായി നിൽക്കുകയാണ്. അവിടെ ഉമ്മാക്കും സുഖമില്ല. അപ്പോൾ കേൾക്കുമ്പോഴും ഇവിടെ നിൽക്കാനും അതും ഒരു ഇതില്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അസ്സലാമു അലൈക്കും.